കൊല്ലപ്പെട്ട ഭീകരർക്ക് അനുശോചനം പ്രകടിപ്പിച്ച കൊളംബിയയുടെ പ്രസ്താവന ഔദ്യോഗികമായി പിൻവലിച്ചു. കഴിഞ്ഞ ദിവസം ശശി തരൂർ നയിക്കുന്ന പ്രതിനിധി സംഘം കൊളംബിയയിലെത്തി കാര്യങ്ങൾ ചർച്ച ചെയ്തപ്പോഴാണ് തരൂർ കൊളംബിയയുടെ പ്രസ്താവനയിൽ നിരാശ പ്രകടിപ്പിച്ചതും. ഇപ്പോൾ കൊളംബിയൻ ഉപദേശകാര്യ മന്ത്രി ഇപ്പോൾ ഔദ്യോഗികമായി പ്രസ്താവന പിൻവലിക്കുന്നുവെന്ന് അറിയിച്ചിരിക്കുകയാണ്. അവർ പറഞ്ഞതിങ്ങനെയാണ്: ആശങ്ക പ്രകടിപ്പിച്ച പ്രസ്താവന പിൻവലിക്കുന്നുവെന്നും ഈ വിഷയത്തിൽ ഇന്ത്യയുടെ നിലപാട് പൂർണ്ണമായും മനസ്സിലാക്കുന്നു എന്നതാണ്. തങ്ങൾക്ക് ലഭിച്ച വിശദീകരണം വഴി ഇപ്പോൾ യഥാർത്ഥ സാഹചര്യവും കാശ്മീരിൽ എന്താണ് സംഭവിച്ചത് എന്നതിനെക്കുറിച്ചുള്ള വിശദമായ വിവരങ്ങളും വ്യക്തമായി എന്നും പറഞ്ഞു. ഇതിന് മറുപടിയായി ശശി തരൂർ വ്യക്തമാക്കിയിരിക്കുന്നത് ഇങ്ങനെയായിരുന്നു: ഞങ്ങൾ ശരിക്കും വിലമതിക്കുന്ന പ്രസ്താവനയാണ് നിങ്ങളിപ്പോൾ വ്യക്തമാക്കിയിരിക്കുന്നത്. എന്നാൽ കഴിഞ്ഞ ദിവസം കൊളംബിയ എടുത്ത നിലപാട് കടുത്ത നിരാശ തന്നെയായിരുന്നു തരൂർ പ്രകടിപ്പിച്ചതും. ഇതോടുകൂടി ഇപ്പോൾ സോഷ്യൽ മീഡിയയിലടക്കം പലതരത്തിലുള്ള കമന്റുകളും പ്രത്യക്ഷപ്പെട്ടിട്ടുണ്ട്. തരൂരിന്റെ വാക്കുകൾ അവരുടെ നെഞ്ചിൽ തളയ്ക്കുന്ന രീതിയിൽ തന്നെയായിരുന്നുവെന്നും അതുപോലെ ഭീകരതയ്ക്ക് കുടചൂടുന്ന രാജ്യങ്ങളെ അവർക്ക് തങ്ങളുടെ വഴിയിലേക്ക്, അതായത് ഇന്ത്യയുടെ വഴിയിലേക്ക് കൊണ്ടുവന്ന ആ നയതന്ത്ര വിജയത്തെ പ്രശംസിക്കുകയും ചെയ്യുകയാണ്. അതുകൊണ്ട് തന്നെ മറ്റ് ഡയലോഗുകളും വരുന്നുണ്ട്. കൊളംബിയ അടിപതറി വീണുവെന്നും ഈ രാജ്യം ഒട്ടും അപ്ഡേറ്റഡ് അല്ലേ എന്ന് തുടങ്ങി രസകരമായ കമന്റുകളും സോഷ്യൽ മീഡിയയിൽ ഉയരുന്നുണ്ട്. അതേസമയം തരൂർ വളരെ വ്യക്തമാക്കി തന്നെയാണ് കഴിഞ്ഞ ദിവസം കാര്യങ്ങൾ പറഞ്ഞത്. എന്താണ് കാശ്മീരിൽ സംഭവിച്ചതെന്നും രാജ്യത്തിന് മനസ്സിലാക്കി കൊടുക്കുകയും ചെയ്തിരിക്കുകയാണ്. ഭീകരരെ അയക്കുന്നവർക്കും അതിനെതിരെ സ്വന്തം സംരക്ഷണത്തിനായി പ്രതികരിക്കുന്നവർക്കും തമ്മിൽ തുല്യത കൽപ്പിക്കുന്നില്ല എന്നും ഭീകരതയ്ക്ക് ഇരയായവരോടാണ് കൊളംബിയയ്ക്ക് സഹതാപം പ്രകടിപ്പിച്ചിരിക്കുന്നതെന്നും കഴിഞ്ഞ ദിവസം തരൂർ തുറന്നടിച്ചിരുന്നു. സാധാരണക്കാരായ ജനങ്ങൾ കൂട്ടക്കൊല ചെയ്യപ്പെട്ട പഹൽഗാം ആക്രമണത്തിന് പിന്നിൽ പാകിസ്ഥാൻ സ്പോൺസർ ചെയ്ത ഭീകരതയാണ് ഇതിനെന്നും ഇന്ത്യയുടെ പക്കൽ വ്യക്തമായ തെളിവുണ്ട്. ഇന്ത്യ സ്വയം പ്രതിരോധിക്കാനുള്ള അവകാശം വിനിയോഗിക്കുക മാത്രമാണ് ചെയ്തിരിക്കുന്നത്. പ്രസ്തുത സാഹചര്യങ്ങളെക്കുറിച്ച് കൊളംബിയയുമായി വിശദമായി സംസാരിക്കാൻ തയ്യാറാണ് എന്നും കൊളംബിയ നിരവധി ആക്രമണങ്ങളെ അതിജീവിച്ചതുപോലെ തന്നെ ഇന്ത്യയും അതിജീവിച്ചിട്ടുണ്ട്. 4 പതിറ്റാണ്ടുകളായി ഭീകരാക്രമണത്തിൽ നിന്നും ഇന്ത്യ അതിജീവിക്കുകയാണ് എന്നും പ്രതിരോധം എന്നത് ഒരു മാന്യമായ വാക്കാണ്. പാകിസ്ഥാന്റെ സൈനിക ഉപകരണങ്ങളിൽ പലതും പ്രതിരോധത്തിന് വേണ്ടിയുള്ളതല്ല, ആക്രമണത്തിന് വേണ്ടിയുള്ളതാണ് എന്നും അദ്ദേഹം വ്യക്തമാക്കിയിരിക്കുകയാണ്. ഇന്ത്യക്കെതിരെ നടക്കുന്ന ഭീകരാക്രമണങ്ങളോട് തങ്ങളുടെ എതിർപ്പും അദ്ദേഹം പ്രകടിപ്പിച്ചു. അതുപോലെ ഏപ്രിൽ 22-ന് 26 സിവിലിയന്മാരെ കൂട്ടക്കൊല ചെയ്ത പഹൽഗാം ആക്രമണത്തിന് പിന്നിൽ പാകിസ്ഥാൻ സ്പോൺസർ ചെയ്ത ഭീകരതയാണ് എന്ന് ന്യൂഡൽഹിയുടെ പക്കൽ വ്യക്തമായ തെളിവുണ്ട് എന്നും അദ്ദേഹം വ്യക്തമാക്കിയിരുന്നു. കൊളംബിയയിലെ അധികാരികളുമായി നടത്തിയ ചർച്ചയിൽ ഇത് വ്യക്തമാക്കി. ഞങ്ങൾ സ്വയം പ്രതിരോധിക്കാനുള്ള അവകാശം മാത്രമാണ് വിനിയോഗിച്ചത്. സാഹചര്യങ്ങളെക്കുറിച്ച് കൊളംബിയയുമായി വിശദമായി സംസാരിക്കുന്നതിൽ ഞങ്ങൾക്ക് വളരെ സന്തോഷമുണ്ട് എന്നും കൊളംബിയ നിരവധി ഭീകരാക്രമണങ്ങൾ നേരിട്ടതുപോലെ തന്നെ ഇന്ത്യയും നേരിട്ടിട്ടുണ്ട്. ഏകദേശം 4 പതിറ്റാണ്ടുകളായി ഞങ്ങൾ വളരെയധികം ആക്രമണങ്ങൾ സഹിച്ചു. ചൈനയാണ് പാകിസ്ഥാന്റെ പ്രതിരോധ ഉപകരണങ്ങളുടെ 81% വിതരണം ചെയ്യുന്നത്. ചൈന പാകിസ്ഥാൻ സാമ്പത്തിക ഇടനാഴിയെക്കുറിച്ചും അദ്ദേഹം ഇവിടെ പരാമർശിക്കുകയുണ്ടായി. പ്രതിരോധം എന്നത് ഒരു മാന്യമായ വാക്കാണ്. പാകിസ്ഥാൻ സൈനിക ഉപകരണങ്ങൾ അതിൽ ഭൂരിഭാഗവും പ്രതിരോധത്തിനല്ല, ഭീകരാക്രമണം നടത്തുവാനും മറ്റുമാണ്. അതുപോലെ തന്നെ ഭീകരരുമായിട്ടാണ് ഇന്ത്യയുടെ തർക്കമെന്നും തരൂർ വ്യക്തമാക്കിയിരുന്നു. പനാമയും ഖയനയും സന്ദർശിച്ച ശേഷം ശശി തരൂർ നേതൃത്വത്തിലുള്ള പ്രതിനിധി സംഘം കഴിഞ്ഞ ദിവസമായിരുന്നു കൊളംബിയയിലെത്തിയതും. പഹൽഗാം ഭീകരാക്രമണത്തിന് ശേഷം അന്താരാഷ്ട്ര സമൂഹവുമായി ബന്ധപ്പെടുന്നതിനായി 33 ആഗോള തലസ്ഥാനങ്ങൾ സന്ദർശിക്കാൻ ഇന്ത്യ നിയോഗിച്ച 7 ബഹുകക്ഷി പ്രതിനിധി സംഘത്തിൽ ഒന്നാണ് ഈ സംഘം. മെയ് 7-ന് പുലർച്ചെ പാക് അധീന കാശ്മീരിലെ ഭീകര കേന്ദ്രങ്ങൾ ഇന്ത്യ കൃത്യമായ ആക്രമണം നടത്തിയത് സംഘം വളരെ വിശദമായി തന്നെ വിശദീകരിച്ചു. തുടർന്ന് മെയ് 8, 9, 10 തീയതികളിൽ പാകിസ്ഥാൻ ഇന്ത്യൻ സൈനിക താവളങ്ങൾ ആക്രമിക്കാൻ ശ്രമിച്ചതും അതുപോലെ ഇന്ത്യയുടെ എയർ ഡിഫൻസ് സിസ്റ്റം പരാജയപ്പെടുത്തിയതും സംഘം വിശദമായി വിശദീകരിച്ചു കൊടുത്തു. മെയ് 10-ന് ഇരു വിഭാഗത്തിന്റെയും സൈനിക പ്രവർത്തനങ്ങളുടെ ഡയറക്ടർ ജനറൽമാർ നടത്തിയ ചർച്ചകളെ തുടർന്നുകൊണ്ട് ഇരു രാജ്യവും വെടിനിർത്തുകയായിരുന്നു ഉണ്ടായതും. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.